ഹായ്. അങ്ങനെ ഇന്ന് ബിസിനസ് ബേയിലായിരുന്നു ജോലി അന്വേഷിച്ച് വന്നത്. രാവിലെ ഇറങ്ങിയതാണ്. കുറേ കറങ്ങി കറങ്ങി അവസാനം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഈ സ്ഥലത്തെത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതാണ് ജസ്റ്റ് വീഡിയോയിൽ ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മളിനി തിരിച്ച് പോകാനായിട്ടാണ്. വൈകുന്നേരമായി. ഇനി തിരിച്ച് പോകാൻ നടന്നുകൊണ്ടിരിക്കുന്നു. മെട്രോ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു മെട്രോയിലേക്ക് എത്താൻ. കുറേ നേരം തപ്പി നടന്ന് അങ്ങ് ദൂരെ ഒരു സിഗ്നൽ ലൈറ്റ് കാണുന്നുണ്ട്. അവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ മെട്രോയിൽ എത്താൻ പറ്റും. ബിസിനസ് ബേ മെട്രോ സ്റ്റേഷനുണ്ട്. അങ്ങനെ ഫൈനലി മെട്രോ സ്റ്റേഷൻ എനിക്ക് അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി നടന്നാൽ മതി. ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഈ തിരക്ക് പിടിച്ച് മെട്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എനിക്ക് പോകണം. പോയിട്ട് നേരെ റൂമെത്തുക. ഇനി ബാക്കി ജോലി അന്വേഷിക്കാൻ നാളെ വീണ്ടും ഇറങ്ങണം. ഇവിടെ ഒന്നും ഒരു മനുഷ്യനുമില്ല. വേസ്റ്റ് പേപ്പർ ട്രേഡിങ്, ഇലക്ട്രിക്കൽ, കാർ ഡിപ്പാർട്ട്മെൻറ്റ്, വെഹിക്കിളിൻ്റെത് എല്ലാം ഉണ്ട്. ബിൽഡിംഗ് കോൺട്രാക്ടിങ് മാത്രം കാണുന്നില്ല. ഇതിപ്പോൾ പ്ലാനുള്ള നടത്തമല്ലാത്തതുകൊണ്ട് എത്ര കിലോമീറ്റർ ആയെന്ന് നോക്കാൻ പറ്റിയില്ല. എത്രയോ ആയി. ഇതിപ്പോൾ നടന്ന് ഞാൻ ദുബായിന് ഷാർജയിൽ എത്തിയോ അതോ എത്തുമോ എന്നൊന്നും അറിയത്തില്ല. ദുബായിയുടെ ബിൽഡിങ്ങൊക്കെ എല്ലാം അവിടെ കാണുന്നുണ്ട്. അത് കാണുമ്പോഴൊരാശ്വാസം. ദുബായിൽ തന്നെ നിൽക്കുകയാണ്, വേറെ വട്ടിക്കാട്ടിലല്ല. അങ്ങനെ ഫൈനലി അൽ ഖുസൈസിൽ അന്ന് പോയപ്പം എനിക്കൊരു ജോലി ശരിയായിരുന്നു. അത് തീരെ സാലറി കുറവായതുകൊണ്ട് മനസ്സിലാവാത്തതോടെ വേണ്ടെന്ന് വെച്ചൊരു കാര്യമായിരുന്നു. പിന്നീട് എനിക്ക് കൊറോണയൊക്കെ വന്നതിന് ശേഷം അവരെന്നെ വീണ്ടും വിളിച്ചിട്ട് സാലറി കൂടുതൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു പരീക്ഷണാർത്ഥം അവിടെ പോയി. നമുക്കൊരു കമ്പനി നല്ലതാണോ ചീത്തയാണോ എന്ന് അവിടെ പോയെങ്കിൽ മാത്രമേ അറിയുള്ളൂ. എന്തായാലും രണ്ടും കൽപ്പിച്ച് പോയി. പക്ഷെ അതൊരു നല്ല പണിയായിരുന്നു. 8ൻ്റെ പണിയായിരുന്നു അത്. അവരുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിസ കാലാവധി തീരുന്നവരെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഒന്നുകിൽ നമ്മളുടെ വർക്ക് മോശമാണെന്ന് പറഞ്ഞു വിടും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഫോഴ്സ്ഫുള്ളി പോകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കും. അതാണ് അവരുടെ ഒരു കാര്യം. അപ്പം അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. അതൊക്കെ സൂക്ഷിക്കണം. നമുക്കൊന്നും അറിയാൻ പറ്റില്ല, നേരത്തെ ഒന്നും അറിയാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ പോയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ.
ഇതൊരു പാകിസ്ഥാനി കമ്പനിയായിരുന്നു. കുറച്ച് ഒരു 1-2 ആഴ്ച ഞാനവിടെ വർക്ക് ചെയ്തു. അതിൻ്റെ ഒന്നും ക്യാഷ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് കുഴപ്പമില്ല, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അവിടെ എൻ്റെ കൂടെ ഇതേപോലെ കയറിയ ആൾക്കാരൊക്കെ പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായി. ഒരാൾ പോലീസിനെയൊക്കെ വിളിച്ചു, ഒരാളുടെ അടുത്ത് നിന്ന് അങ്ങോട്ട് ക്യാഷ് അവർ കൊടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ ഡോറൊക്കെ ലോക്ക് ചെയ്തു. അങ്ങനെയൊക്കെ പല ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ട്. ആരും പേടിപ്പിക്കുന്നതല്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത്രയും അലച്ചിലിന് ശേഷം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴത്തേനും വല്ലാണ്ട് വിഷമായിപ്പോയി. എന്തൊക്കെയാണെങ്കിലും എനിക്കെൻ്റെ യാത്ര തുടർന്നേ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ചില സമയത്തൊരു എക്സ്ട്രീം ലിമിറ്റ് എത്തുമ്പോൾ വല്ലാത്തൊരു ബ്രേക്ക് ഡൗൺ ആവും. ഭയങ്കര കൈനോയൊരവസ്ഥയാവും. നമ്മൾ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ എഴുതി വെച്ച പേപ്പറുകളും ലാപ്ടോപ്പും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. എന്തോരം എഫേർട്ട് എടുത്താണ്, അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടും ഒരു നല്ല റിസൾട്ട് വരുന്നില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് വല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്താറുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് പോയേ പറ്റുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പോയ ഒരു കമ്പനിയിലും ഒരു 2 ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ അന്വേഷിച്ചിരുന്ന അതേ പോസ്റ്റിൽ തന്നെ ഒരു പൊസിഷനിലേക്ക് തന്നെ ആളെ എടുത്തു. എനിക്ക് വീണ്ടും പനിയായിരുന്നു, തണുപ്പാണ്. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചിറങ്ങുന്നുണ്ടും തിരിച്ചു വരുമ്പോൾ രാത്രിയൊക്കെ ആവും. അപ്പം നല്ല തണുപ്പ് കാരണം അത് പനി വിട്ട് മാറുന്നില്ല. തീരെ വയ്യാണ്ടായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നു. അതുകൊണ്ട് ഒരു ദിവസം അങ്ങനെ വീണ്ടും ഇറങ്ങാൻ പറ്റിയില്ല. അത് ഗ്യാപ്പ് കഴിഞ്ഞ് പോയപ്പോഴേക്കും അവിടെ ഒരാളെ എടുത്തു. അല്ലെങ്കിൽ ഞാൻ മേ ബി അവരുടെ കൂടെ തന്നെ ഞാനും ഉണ്ടായിരുന്നേനെ അവിടെ ചെല്ലാനായിട്ട്. അങ്ങനെ അതും പോയി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ എന്നാലും അവരെൻ്റെ CV ഒക്കെ വാങ്ങിച്ചു. അവരെൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരുടെ തന്നെ വേറൊരു എഞ്ചിനീയർ എൻ്റെ അടുത്ത് സംസാരിക്കാം എന്ന് പറഞ്ഞു. അനസ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ, ആളെൻ്റെ അടുത്ത് സംസാരിച്ചു. ഓക്കെ, നോക്കാം, ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്തായാലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയിരുന്നു. അങ്ങനെ എൻ്റെ യാത്രകൾ ഇങ്ങനെ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവിടെ ഇൻ്റർവ്യൂവിൽ എൻ്റെ CV എല്ലാം വാങ്ങിച്ചു വെച്ച് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഓൾറെഡി ആളെ എടുത്തു, വേറെ വേക്കൻസി ഒന്നും ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക്. പക്ഷെ എന്നാലും പുള്ളി അവസാനം പറഞ്ഞിരുന്നു, നമ്മുടെ കമ്പനി ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു പക്ഷേ അവിടെ ചാൻസ് ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴൊരു ചെറിയ പ്രതീക്ഷ, എന്നാലും അത് ആലോചിച്ചിരിക്കാൻ പറ്റില്ല. അതൊരു വളരെ ചെറിയ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ചെറിയ പ്രതീക്ഷ എൻ്റെ ലൈഫിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്കാണ് പോയത്. അവർ അടുത്ത ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്, അവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞത്, അതിലേക്കാണ് എന്നെ വിളിച്ചത്. നമുക്കൊരു കമ്പനിയിലോട്ട് നമുക്കൊരു വിശ്വാസം ഉണ്ടാകത്തില്ലല്ലോ ഫസ്റ്റ് ടൈം. നമ്മൾ ഒരു പരീക്ഷണാർത്ഥമാണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്ക് നമ്മളോടും അതേ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ജോലിക്കല്ല, അവർ 2 ആഴ്ചത്തേക്കിന് ഒരു ട്രെയിനിങ് പോലെ നമ്മളുടെ വർക്ക് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ജോലിക്ക് എടുക്കുകയുള്ളൂ. ഒരു ഇൻ്റർവ്യൂ അല്ല, ഒരു ഇൻ്റർവ്യൂ കൊണ്ട് മതിയാവില്ല. നമ്മൾ അത്രയും വർക്കുകളുണ്ട്. അവർ സ്റ്റാർട്ടപ്പ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നവർക്ക് നോക്കിയെങ്കിൽ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. എനിക്കതിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളുടെ വർക്ക്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരാളൊരു ചാൻസ് തരണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. ഇതിൽ സാലറി ഒന്നും തരില്ല എന്ന് പറഞ്ഞിരുന്നു, എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് വേറെ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ടാക്സി മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളായിരുന്നു. അതിൻ്റെ ക്യാഷൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പുതിയ കമ്പനി എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. അങ്ങനെ ട്രെയിനിങ്ങിന് ശേഷം അവസാനം എൻ്റെ ജോലി കൺഫേമായി.